Hey everyone, my name is Jyoti and I am pursuing my BSc Honours in Geology from the University of Kerala, Karyavattam campus. As my minor subject is physics, we are assigned to do a lecture on some of the specified topics, and so I am here to do the lecture. The topics I am going to deal with is angular momentum, moment of inertia and conservation of angular momentum, and some theories related to moment of inertia. So I welcome all to my video and welcome back to my YouTube channel. So the first topic I am going to deal with is angular momentum. Angular momentum എന്ന് പറയുന്നത് കൺസിഡർ an axis. ഇതൊരു ആക്സിസ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ചുറ്റും ഒരു ബോഡി കിടന്ന് റൊട്ടേഷണൽ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ബോഡിയുടെ ലീനിയർ മൊമെൻറ്റം നമ്മൾ ഇത് റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ ലീനിയർ മൊമെൻറ്റം എന്ന് പറയത്തില്ല, ആംഗുലർ മൊമെൻറ്റം എന്ന് പറയും. So angular momentum is nothing, but it's a rotational equivalent of linear momentum describing the motion of a body in rotational motion about its axis. അപ്പോൾ ഒരു ആക്സിസിൽ കൂടി ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ബോഡിയുടെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൊമെൻറ്റം പറയും. പക്ഷേ ഇവിടെ നമ്മൾ ലീനിയർ മൊമെൻറ്റം പറയത്തില്ല, ആംഗുലർ മൊമെൻറ്റം ആണ് റൊട്ടേഷണൽ മോഷനിൽ പറയുന്നത്. സോ ആംഗുലർ മൊമെൻറ്റം ഇസ് ദാറ്റ്. ഓക്കെ, ആംഗുലർ മൊമെൻറ്റം ഇസ് ഓൾസോ കോൾഡ് ആസ് മൊമെന്റ് ഓഫ് മൊമെൻറ്റം, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് റൊട്ടേഷണൽ ഇക്വിവാലന്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇൻ ദ കേസ് ഓഫ് വൺ ഡയമെൻഷണൽ മോഷൻ നമ്മൾ അതിനെ ലീനിയർ മൊമെൻറ്റം എന്ന് പറയും. പക്ഷെ ഇത് റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് നമ്മുടെ ആസ്പെക്ട് മാറി അത് ആംഗുലർ മൊമെൻറ്റം ആവും. അതായത് ഇപ്പം വൺ ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ വെലോസിറ്റി എന്ന് പറയും, പക്ഷെ നമ്മൾ അത് റൊട്ടേഷണൽ മോഷൻ ആകുമ്പോൾ അത് ആംഗുലർ വെലോസിറ്റി ആവും. മനസ്സിലായില്ലേ? ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ഫ്രീക്വൻസി, ആംഗുലർ മൊമെൻറ്റം, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ഈ പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മൾ അവിടെ ചിന്തിക്കുന്നത്. ഓക്കെ, സോ ആംഗുലർ മൊമെന്റം ഇസ് ദ റൊട്ടേഷണൽ ഇക്വിവാലന്റ് ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന്റെ നമുക്ക് ഫോർമുല അറിയാം. P is equal to mv. P is equal to mv എന്നറിയാം, where P is represents the linear momentum, m is the mass of the body and v is the velocity of the body. So simply angular momentum is a momentum associated with rotating or spinning objects. Okay, so the momentum associated with the spinning objects or rotating body is called angular momentum. Okay, so ഇനി നമുക്കൊരു ഫോർമുല വേണം ആംഗുലർ മൊമെന്റത്തിന്. അപ്പോൾ കൺസിഡർ എ റിജിഡ് ബോഡി. റിജിഡ് ബോഡി എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സോ ഐ എം നോട്ട് മെൻഷനിങ് അബൌട്ട് ദാറ്റ്. സോ റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന് ഒരു ആംഗുലർ വെലോസിറ്റി ഉണ്ട്. നമ്മളിത് ആംഗുലർ ടേംസിലാണ്, റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാം ആ ടേംസിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ആ ബോഡി പൊയ്ക്കൊണ്ടിരിക്കുക. സോ ഇറ്റ് ഹാവ് എ ആംഗുലർ വെലോസിറ്റി, ഇറ്റ് ഹാവ് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ കൺസിഡർ എ റിജിഡ് body, consider a rigid body with the angular velocity denoted in the term omega. Angular velocity denoted in the term omega. And with moment of inertia denoted in the letter I. So consider a rigid body with omega as angular velocity and I as moment of inertia. Then we can write linear momentum. Linear momentum നമ്മൾ represent ചെയ്യുന്നത് P കൊണ്ടാണെങ്കിൽ angular momentum denoted in the letter L ആണ്. So L, angular momentum L is equal to I omega. ഇതാണ് നമ്മുടെ ഫോർമുല ഫോർ ആംഗുലർ മൊമെന്റം. L is equal to I omega. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗുലർ മൊമെന്റത്തിന്റെ വെക്റ്റർ ഫോർമുലയാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആംഗുലർ മൊമെന്റം പറയുന്നത് ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മോഷൻ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആംഗുലർ മൊമെന്റം പറയുന്നത്. അപ്പോൾ കൺസിഡറിങ് an axis and a body connected of mass m. Okay, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആക്സിസും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് കരുതുക. സിംപ്ലി നമുക്ക് ആംഗുലർ മൊമെന്റം എന്നത്, അതായത് L, ആംഗുലർ മൊമെന്റം L എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം, അതായത് നമ്മുടെ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള ലീനിയർ മൊമെന്റം ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയാം. ഇത് സിംപ്ലി നമ്മൾ പറയുന്നതാണ്. കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. ലീനിയർ മൊമെന്റം ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്താ ആംഗുലർ മൊമെന്റം. ഓക്കെ, ലീനിയർ മൊമെന്റം നമുക്കറിയാം ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ P ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് R ആണ്, അല്ലേ? ഓക്കെ, സോ അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോർ എ പാർട്ടിക്കിൾ വിത്ത് ലീനിയർ മൊമെന്റം P is equal to mv. P is equal to mv and the body is kept at a position of r distance, r perpendicular distance. അതായത് for a particle with linear momentum P is equal to m.
mv, p is equal to mv, kept at r distance, kept r distance from the axis. നമ്മൾ നേരത്തെ വരച്ച പിക്ചറിൽ ആ സെയിം സംഭവമാണ്. അപ്പോൾ ഫോർ എ പാർട്ടിക്കിൾ വിത്ത് p is equal to mv, that is linear momentum kept at a distance r from the axis. അപ്പോൾ നമുക്ക് അവരുടെ ആംഗുലർ മൊമെന്റം എഴുതാം. ആംഗുലർ മൊമെന്റം നമ്മൾ നേരത്തെ പറഞ്ഞു സിമ്പിൾ ടേംസിൽ ആംഗുലർ മൊമെന്റം ഇസ് ഈക്വൽ ടു ലീനിയർ മൊമെന്റം ഇൻറ്റു എന്താ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് എഴുതാം L is equal to, that is L is equal to linear momentum p into perpendicular distance r, p into perpendicular distance. അപ്പോൾ ഇതിനെ നമുക്ക് p എന്താണെന്ന് അറിയാം. p is equal to mv, p is equal to mv അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം L is equal to mv into r, mv into r. This is the vector formula for angular momentum. നമുക്ക് ആംഗുലർ മൊമെന്റത്തിന്റെ ഫോർമുല പറയാം L is equal to I ഒമേഗ ആണ്. അതായത് ആംഗുലർ വെലോസിറ്റി ഇൻറ്റു മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ഇതിന് നമ്മൾ എങ്ങനെ എത്തി എന്ന് നമുക്കൊന്ന് നോക്കാം. സോ നമുക്കറിയാം സിമ്പിൾ ടേംസിൽ നമ്മൾ പറഞ്ഞു ആംഗുലർ മൊമെന്റം ഇസ് ഈക്വൽ ടു ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന്. അതായത് ഇതൊരു ആക്സിസ്, ഈ ആക്സിസ് കണക്ട് ചെയ്തിട്ട് ഒരു മാസ് ഉണ്ട്. അതായത് ഇതാണ് ആ ബോഡി. അപ്പൊ ഇതിന്റെ നമ്മൾ എന്താ ആംഗിൾ എടുക്കുമ്പോൾ നമ്മൾ സൈൻ തീറ്റ എടുക്കും. ഓക്കെ, L is equal to ലീനിയർ മൊമെന്റം P ഇൻറ്റു ആർ എന്ന് എഴുതി നമ്മൾ നേരത്തെ ഇല്ലേ, P ഇൻറ്റു ആർ എന്ന് എഴുതി. അപ്പം P എന്ന് പറയുന്നത് എന്താണ്, mv ആണ്. അപ്പം L is equal to mv ക്രോസ് ആർ. ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ക്രോസ് പ്രോഡക്റ്റ് സൈൻ തീറ്റയാണ്, ഡോട്ട് പ്രോഡക്റ്റ് കോസ് തീറ്റയാണ് അല്ലേ. സോ ഇവിടെ സൈൻ തീറ്റ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ സൈൻ തീറ്റ ക്രോസ് അല്ല, ഇത് ജസ്റ്റ് ഇൻറ്റു ആണ്, സൈൻ തീറ്റ ആഡ് ചെയ്യുന്നു. ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോട്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആണ്. സോ തീറ്റ ഈസ് 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ തീറ്റ 90 ഡിഗ്രി ആണ്. അപ്പോൾ സൈൻ 90 1 ആണ്. therefore sin 90 ഡിഗ്രി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ ടേം എന്നെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് പോവുക. സോ L is equal to mv into r ഇങ്ങനെ കിട്ടി. സോ നമുക്കിനി വിന്റെ ടേംസിൽ വിനെ ഒരു ഇക്വേഷൻ കൊണ്ടുവരണം. നമ്മൾ ഒരു 12th നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒമേഗ ഇസ് ഈക്വൽ ടു വി ബൈ ആർ. ഓർക്കുന്നുണ്ടോ ഈ ഇക്വേഷൻ എവിടെയാണെന്ന്? ഓർക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, ഒമേഗ ഇസ് ഈക്വൽ ടു വി ബൈ ആർ. അപ്പൊ നമുക്ക് വിക്ക് എങ്ങനെ ഇക്വേഷൻ കണ്ടുപിടിക്കാം? ഒമേഗ ആർ എന്ന് കണ്ടുപിടിക്കാം. ഒമേഗ എന്താ? ആംഗുലർ വെലോസിറ്റി, വി വെലോസിറ്റി, ആർ റേഡിയസ് ഓർ ഡിസ്റ്റൻസ്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു ഒമേഗ ആർ എന്ന് നമുക്ക് കിട്ടി. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L is equal to m ഒമേഗ ആർ ഇൻറ്റു ആർ. ഇത് രണ്ടും ആർ. അപ്പോൾ ഇത് ആർ സ്ക്വയർ ആയി. L is equal to m ഒമേഗ ആർ സ്ക്വയർ. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല എന്തുവാ? I is equal to mr സ്ക്വയർ ആണ്. അപ്പോൾ ഈ രണ്ട് ടേം എമ്മും ആറും കൂടെ ചേരുമ്പോൾ എന്താ ആവുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ I അല്ലേ ആവുന്നത്. therefore L is equal to I ഒമേഗ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോർമുലയിലോട്ട് അറൈവ് ചെയ്തത്. ഓക്കെ, സോ L simply means linear momentum into perpendicular distance. That is L is equal to P into R. അതായത് ക്രോസ് പ്രോഡക്റ്റ് ആണ്. ക്രോസ് പ്രോഡക്റ്റ് ആകുമ്പോൾ സൈൻ തീറ്റ വരും. സോ എം വി ആർ സൈൻ തീറ്റ. തീറ്റ ഇവിടെ പെർപെൻഡിക്കുലർ കേസ് ആയതുകൊണ്ട് 90 ഡിഗ്രി ആണ്. തീറ്റ 90 ആണ്. സോ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, സൈൻ 90 ഈക്വൽ ടു 1. ആ ടേം തന്നെയാണ് പോയി. സോ എം വി ഇൻറ്റു ആർ. അപ്പോൾ വിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് ഒമേഗ ഇസ് ഈക്വൽ ടു വി ബൈ ആർ. വി നോ ദാറ്റ് ഇക്വേഷൻ. സോ therefore വി ഇസ് ഈക്വൽ ടു ഒമേഗ ആർ. ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എം ഒമേഗ ആർ ഇൻറ്റു ആർ. അപ്പോൾ എം ഒമേഗ ആർ സ്ക്വയർ. എം ആർ സ്ക്വയർ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ഈക്വൽ ടു ഐ. therefore substituting we get L is equal to I omega. This is the main equation for finding the angular momentum. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആണ്. അപ്പോൾ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ആ സെയിം
സംഭവങ്ങൾ ആ സെയിം ആസ്പെക്റ്റ് ഒക്കെ തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആബ്സെൻസ്, അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആബ്സെന്റ് ആയിരിക്കും. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ആബ്സെന്റ് ആയിരിക്കുമ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ്. സോ ഓക്കെ, അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആബ്സെന്റ് ആയിരിക്കുമ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടോട്ടൽ ആ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ആംഗുലർ മൊമെന്റത്തിന്റെ കേസിൽ കൺസർവേഷൻ എന്ന് പറയുന്നത്. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം സ്റ്റേറ്റ്സ് ദാറ്റ് when there is an absence of external force, the total momentum of a system remains constant. അതായത് ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ ടോട്ടൽ മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് നമുക്ക് കാണിക്കണ്ടേ. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് ഞാൻ ടോ എടുത്തു. ടോ ഒരു ഫോഴ്സ് ആണ്, അത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പം ടോർക്ക് ഇവിടെ 0 ആക്കി എടുത്തു, ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആക്കി എടുത്തു. അപ്പോൾ എന്താ വരുന്നത്? അപ്പോൾ എന്താ, ടോ എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ്. ടോ എന്ന് പറയുന്നത് dl/dt ആണ്. അതായത് ടോ ഈസ് ഈക്വൽ ടു dl/dt. ഈ എൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആംഗുലർ മൊമെന്റം ആണ്. അപ്പം ആംഗുലർ മൊമെന്റത്തിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് ടോ ആണ്, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഇവിടെ ടോ എന്ന് പറയുന്നത് 0 ആകുമ്പോൾ ഇത് എങ്ങനെയായിട്ട് മാറും? ടോ ഈസ് ഈക്വൽ ടു 0 ആയി. അപ്പം dl/dt ഈക്വൽ ടു 0 എന്ന് പറയും. സോ എൽ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പം നമുക്കിവിടെ ഇത് പ്രൂഫ് ചെയ്ത് കാണിക്കാൻ പറ്റും. എൽ ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം സ്റ്റേറ്റ്സ് ദാറ്റ് when an external force is absent, total momentum of a system remains constant. That is, when tau is equal to 0, dl/dt is equal to 0. Therefore, L is a constant. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഓൾസോ കോൾഡ് ആസ് റൊട്ടേഷണൽ ഇനേർഷ്യ. സോ rotational inertia or moment of inertia is commonly known as rotational analog of mass. Rotational analog of mass is moment of inertia. അപ്പോൾ ഇമാജിൻ ചെയ്യുക, നേരത്തെ നമ്മൾ ഇമാജിൻ ചെയ്തതുപോലെ ഇതൊരു ആക്സിസ്, ഓക്കെ. ഈ ആക്സിസ് കണക്ട് ചെയ്തിട്ട് ഒരു വലിയ മാസ് ഇരിക്കുക, വലിയ മാസ് കണക്ട് ചെയ്തിരിക്കുക. എം മാസുള്ള ഒരു ബോഡി കണക്റ്റഡ് through a wire or something like that to an axis. Okay, അപ്പോൾ ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് നമ്മളടുത്ത് ഒരാൾ ചോദിക്കും. സോ എന്താണ് അതിൻ്റെ ആൻസർ? അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ സിംപ്ലി ഇറ്റ്സ് നത്തിങ് ബട്ട് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ് ആൻഡ് ദി പാർട്ടിക്കിൾ. ഓക്കെ, അതായത് ഇപ്പം ഈ ഡിസ്റ്റൻസ് r ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കേസിൽ എങ്ങനെ എഴുതാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് വാട്ട്? ഇറ്റ്സ് I. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to m mass into product of mass into square of the distance between the axis and the body. So this is r, distance is r, so r square, mr square. So moment of inertia I is equal to mr square. Okay, so moment of inertia of a particle is defined as the product of mass and square of the distance from axis of rotation. അതായത് ഇതൊരു ആക്സിസ് കണക്ട് ചെയ്ത് ഒരു മാസ് കിടക്കുക, എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് r ആണ്. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും I ഈക്വൽ ടു mr സ്ക്വയർ, അതായത് മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ് ആൻഡ് ദ മാസ്. സോ ജനറലി I ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു mr സ്ക്വയർ. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ പാർട്ടിക്കിൾ ആയിരിക്കുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു mr സ്ക്വയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് വരാം, അതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് വരുമ്പോൾ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഒരു ഫോർമുല എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ I ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു ജനറലി അതിൻ്റെ ഫോർമുല മാസ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ്
mass into square of the distance between axis of rotation. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ വെച്ച് തന്നെ നമ്പർ ചെയ്ത് എഴുതുക. സോ I is equal to m1r1 സ്ക്വയർ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് സെക്കൻഡ് പാർട്ടിക്കിൾ m2r2 സ്ക്വയർ പ്ലസ് ഇനി m3r3 ഉണ്ട്, അങ്ങനെ അങ്ങനെ പോകുന്നു. ആൻഡ് റീച്ച് mnrn the whole mnrn സ്ക്വയർ വരെ എത്തി. ഇനി ഇതിന്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാം? സോ ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറയുമ്പോഴത്തേക്കും the formula is I is equal to ഇതെന്ത് ലെറ്റർ? സിഗ്മ n എന്നിവിടെ എഴുതി I equal to 1 m1 r1 the whole square. I equal to sigma I equal to 1 n m1 r1 square. ഓക്കെ, ഈ n എന്ന് പറയുമ്പോൾ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? സോ ഹിയർ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇവിടെ I equal to 1 കൊടുത്തെന്ന് പറയുമ്പോൾ ഇവിടെ I വരുമ്പോൾ ഫസ്റ്റ് പാർട്ടിക്കിൾസ്, 2 വരുമ്പോൾ സെക്കൻഡ് പാർട്ടിക്കിൾസ്. സോ I equal to 1 എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ കൊടുക്കാം. I is equal to sigma mi ri സ്ക്വയർ വേറെ എന്നിട്ട് ഇവിടെ വേർ I equal to 1. സോ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് for system of particles I is equal to m1r1 square plus m2r2 square plus etc plus mnrn square. അതിനെ കമ്പൈൻ ചെയ്ത് സമ്മേഷൻ ഫോമിൽ എഴുതുമ്പോൾ I is equal to sigma n I is equal to 1 m1r1 square. ഓക്കെ, m എന്താണെന്ന് അറിയാം, മാസ്. m is mass. r എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ടു ദി mass of the object or its distance between the axis of rotation. So there are many factors which influence the rate of moment of inertia. അതായത് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുല അറിയാം, I is equal to mr സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ടേംസ് എന്ന് പറയുമ്പോൾ m മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, r എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. സോ ഈ മാസ് കൂടുന്തോറും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും, r കൂടുന്തോറും ഐയും കൂടും. സോ ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ഒരു ബോഡിയുടെ മാസ് കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും. ഒരു ബോഡിയുടെ ഈ ഇക്വേഷൻ അനുസരിച്ചാണ് പറയുന്നത്, ഒരു ബോഡിയുടെ മാസ് കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും. ഒരു ബോഡിയുടെ ഡിസ്റ്റൻസ് ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും. അതായത് ഇവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. സോ ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ കുറച്ചാൽ മതി? മാസും ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷനും കൂട്ടിയാൽ തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് ചേഞ്ച് വരും. സോ ദ മെയിൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആർ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, മാസ് ഓഫ് ദ ഒബ്ജെക്റ്റ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സോ I is equal to mr സ്ക്വയറിൽ m അല്ലെങ്കിൽ r കൂടിയാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് ചേഞ്ച് വരും. സോ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആർ മാസ് ഓഫ് ദ ഒബ്ജെക്ട് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ തിയറംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫോർമുലയും നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയറംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ റിലേറ്റഡ് ആയിട്ട് കുറച്ച് തിയറംസ് ഉണ്ട്. നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് പാരലൽ ആക്സിസ് തിയറോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറോ ആണ്. അപ്പോൾ നമുക്ക് പാരലൽ ആക്സിസ് തിയറം എന്താണെന്ന് നോക്കാം. സിമ്പിളാണ് പാരലൽ ആക്സിസ് തിയറം, അതൊരു ഫോർമുല ബേസ്ഡ് സംഭവമാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ആക്സിസ്. ഓക്കെ, ഇത് ഈ ഡോട്ട് ആക്സിസ്, അതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു മാസ് ഞാൻ തൂക്കിയിട്ടേക്കുക, m മാസുള്ള ഒരു ബോഡി. അപ്പോൾ ഈ സെന്റർ ഓഫ് മാസ് എന്താണെന്ന് നമുക്കറിയാം. സെന്റർ ഓഫ് മാസ് എന്താ? ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സ്കെയിൽ. ഇപ്പോൾ ഈ സ്കെയിൽ എടുക്കുക, ഇതിപ്പോൾ 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ്. സോ ഇതിൻ്റെ ഒരു 15 അടുപ്പിച്ചായിരിക്കും നമ്മളിപ്പോൾ ഈ സ്കെയിൽ ഹാങ് ചെയ്തിട്ടാൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത് നമ്മളൊരു 15 ഹാങ് ചെയ്യുമ്പോഴായിരിക്കും. അതായത് ഒരു ബോഡിയുടെ
ഹോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അതായത് ആ ബോഡിയുടെ ഫുൾ മാസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് കാണും. ആ പോയിന്റാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്സിസ്, ഇത് ആക്സിസ്, ഇതിപ്പോൾ ഇതിൻ്റെ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് വിചാരിക്കുക, ഇത് മാസ് ഓഫ് ദ ബോഡി. അപ്പോൾ ഈ ബോഡി ആക്സിസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇത് സെൻറ്റർ ഓഫ് മാസിന് പാരലൽ ആണെങ്കിൽ, ആസ് ദ തിയറം സ്റ്റേറ്റ്സ്, സെൻറ്റർ ഓഫ് മാസിന് പാരലൽ ആയിട്ടാണ് ഈ ആക്സിസിൽ കൂടെ ഈ ബോഡി പോകുന്നതെങ്കിൽ ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ പറയുന്നത് I is equal to ICM പ്ലസ് MD സ്ക്വയർ. ഇതാണ് പാരലൽ ആക്സിസ് തിയറം സിംപ്ലി പറയുന്നത്. I is equal to ICM പ്ലസ് MD സ്ക്വയർ. അതായത് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം, അറ്റ് ദ എൻഡ് വേണമെങ്കിൽ എടുക്കാം, അങ്ങനെയാണ്. ഓക്കെ, അപ്പം I എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ, I മൊമെന്റ് ഓഫ് ഇനർഷ്യ, മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, ICM എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറ്റ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, ICM എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറ്റ് സെന്റർ ഓഫ് മാസ്. MD സ്ക്വയർ എന്ന് പറയുമ്പോൾ M എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി, ടോട്ടൽ മാസ്. M എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി. ആൻഡ് D എന്ന് പറയുമ്പോൾ സെന്റർ ഓഫ് മാസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് മാസ് ആൻഡ് ആക്സിസ്. ഓക്കെ, അതായത് ഈ ആക്സിസിനും സെന്റർ ഓഫ് മാസിനും ഇടയ്ക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, ഇത് സാങ്കല്പികമായ ഫിഗറാണ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് D എന്ന് പറയുന്നത്. സോ പാരലൽ ആക്സിസ് തിയറം states that I is equal to ICM plus MD square, that is moment of inertia is equal to moment of inertia at center plus MD square, where M is the total mass of the body and D is the distance between the axis and the center of mass. Okay, so നമ്മുടെ പാരലൽ ആക്സിസ് തിയറം എന്താണെന്ന് പരിചയപ്പെട്ടു. പാരലൽ ആക്സിസ് തിയറം I is equal to I at center of mass plus MD square. ഓക്കെ, അപ്പോൾ ഇനി ഇത് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം. ഓക്കെ, ഒരു ആക്സിസിനോട് ചേർന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ക് അല്ലെങ്കിൽ ഒരു റോഡ്, ഇതിൻ്റെയൊക്കെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യും. സോ ദാറ്റ് ഇസ് ടു കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റൊട്ടേറ്റിംഗ് ഡിസ്ക് ഓർ റോഡ് എബൌട്ട് എൻ ആക്സിസ്. ഈ സംഭവം ഒരു ആക്സിസിൽ കൂടി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്കിൻ്റെയോ ഒരു റോഡിൻ്റെയോ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു തിയറമാണ് പാരലൽ ആക്സിസ് തിയറം. സോ നമ്മുടെ സെക്കൻഡ് തിയറം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമാണ്. അത് നമുക്ക് വലിയ പരിചയമില്ലാത്ത തിയറമാണ്. സോ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കൺസിഡറിങ് എ പ്ലനാർ ഒബ്ജക്റ്റ്. പ്ലനാർ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിനിൽ കിടക്കുന്ന ഒബ്ജക്റ്റ് ആണ്, അതായത് വൺ ഡയമെൻഷണൽ ഒബ്ജക്റ്റ്. അപ്പം അതിന് XY പ്ലെയിൻ ആണ് ഉള്ളത്, അതായത് ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്. അപ്പം XY പ്ലെയിനിലെ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പ്ലനാർ ഒബ്ജക്റ്റ് ആണ്. അപ്പം ഈ XY പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ആക്സിസ് വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് അറിയാം ഇറ്റ്സ് Z ആക്സിസ്, Z ആക്സിസ്. അപ്പോൾ ഈ XY പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ് Z ആക്സിസ്. അപ്പോൾ നമുക്ക് ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത് എന്ന് വെച്ചാൽ ഈ Z ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. Z ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ ഈ X ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് Y ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചാൽ മതി. അതായത് IZ is equal to IX plus IY. So for a planar object lying in the XY plane, ഒരു പ്ലനാർ ഒബ്ജക്റ്റ് XY പ്ലെയിനിൽ എടുക്കുക, അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ആൻ ആക്സിസ് perpendicular to this plane is equal to the sum of moment of inertia of the X and Y axis. Okay, അതായത് IZ is equal to IX plus IY. So ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. അതായത് ഇത് എവിടെയൊക്കെയാണ്, നമ്മൾ ഏതൊക്കെ കേസിലാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ തിൻ ഓർ ഫ്ലാറ്റ് ഒബ്ജെക്ട്
which is perpendicular to the plane of the object. So ഇത്രയാണ് എൻ്റെ lecture. Thank you for listening, and if you like the video, give a thumbs up and subscribe to my YouTube channel. Thank you.